Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമെ ടിവി സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരു 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 1 അവസാനിച്ചു. അടുത്ത് നമ്മൾ ഏത് അനിമെയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ജിൻഹോ, നീ ഇപ്പൊ ഒരുപാട് മാറിയല്ലേ? ഞാൻ മാത്രമാണ് ഇപ്പൊ മാറാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനൊരു ബി റാങ്കർ ആണെങ്കിൽ കൂടി ഈ റാങ്കിലോ സി റാങ്കിലോ ചേരേണ്ടതായിരുന്നു. പേടിയുള്ളത് കൊണ്ടാ ഉള്ളതിൽ ഏറ്റവും ചെറിയ റൈഡ്സിൽ ഞാൻ പങ്കെടുക്കുന്നത്. അങ്ങനെയാ ഞാൻ നിന്നെയും പരിചയപ്പെട്ടെ. നീ എത്രയൊക്കെ വീക്കാണെങ്കിൽ പോലും നീ ഒരിക്കലും തോറ്റു കൊടുത്തില്ല. അവസാനം വരെ നിന്റെ ഉള്ളിൽ ആ ഫയർ ഉണ്ടായിരുന്നു. നിന്നെ പോലെ ആവണമെന്നാ ഞാൻ വിചാരിച്ചേ. ഇതാ നീ എനിക്ക് തന്ന ആ എസൻ സ്റ്റോൺ എന്ന് പറഞ്ഞ ജൂയി ആ എസൻ സ്റ്റോൺ അവന് നേരെ നീട്ടുന്നു. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുകയാണ് ജിൻഹു. ഞാൻ റിട്ടയർഡ് ആവാൻ പോവാ. എന്റെ നാട്ടിലോട്ട് പോയി അവിടെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാനൊരു ഹണ്ടറായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല. നീ എപ്പോഴെങ്കിലും അങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ പറ, ഞാൻ അവിടെ മൊത്തം ചുറ്റി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ എസൻ സ്റ്റോൺ അവന് കൊടുത്ത് അവൾ അവിടെ നിന്നും പോകുന്നു. തീർച്ചയായിട്ടും ഞാൻ വരുവാണെങ്കിൽ പറയാം എന്ന് ജിൻഹോയും പറയുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ആ ഡഞ്ചനിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ചിഞ്ചൽ ഇവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റാങ്കർ ആയിട്ടുള്ള നീ ഒരിക്കലും കാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സാധ്യതയില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ നിനക്കൊരു വാണിംഗ് തരാം. നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. എന്തു പറ്റി, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ജിൻഹു ചോദിക്കുന്നു. ആ ഡങ്സക്കിന്റെ കൂടെ നീ പോയ ആ മിഷൻ ഇല്ലേ, അതിൽ നീയും ഒരു ഡി റാങ്കറും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഡങ്സക്കിന്റെ ചേട്ടൻ ഡങ്സു നിങ്ങളെ രണ്ടുപേരെയും ഇതിനോടകം തന്നെ ടാർഗറ്റ് ചെയ്ത് കാണും. എന്ത്, ആ എസ് റാങ്കർ ആയിട്ടുള്ള വാങ് ഡോങ്സു അവരെന്തിനാ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നേ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവന്റെ ബ്രദർ മരിച്ചുപോയി. പക്ഷെ വീക്കായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. ഒരു എസ് റാങ്കിന്റെ മുമ്പിൽ ഒന്നുമല്ല. അവനെ പറ്റി നിനക്കറിയാഞ്ഞിട്ടാ. മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്ന മോൺസ്റ്റേഴ്സിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മോൺസ്റ്ററാണ് അവൻ. സോ സൂക്ഷിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഓ, ഇതിനു വേണ്ടിയും ഞാൻ ഇനിയും സ്ട്രോങ് ആയിട്ട് മാറണം എന്ന് ചിന്തിക്കുകയാണ് യൂജി. പിന്നീട് നമ്മൾ കാണുന്നത് സി റാങ്ക് ഡഞ്ചനിലോട്ട് പോകാൻ വേണ്ടി 8 പേരെ തികയ്ക്കാൻ ഒരു സ്ട്രൈക്ക് ടീമിനെ കൊണ്ടുവന്നിരിക്കുന്ന യൂജിനെയാണ്. 8 പേരും പേരിന് മാത്രം ഹണ്ടേഴ്സ് ആയിട്ടുള്ളവരാണ്. എന്തിന്, അതിലൊരു ചെറിയ പെൺകുട്ടി പോലും ഉണ്ട്. ഇത് കണ്ട് ഇവളെയും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവളും ഒരു ഹണ്ടറായിട്ട് ക്വാളിഫൈ ആയവളാണ്. സോ അവളുടെ പേര് സാങ്കി. അവൾ വരുവാണ്. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാനും ഒരു ഹണ്ടർ തന്നെയാണ്. പക്ഷെ നീ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് ജിൻഹു. എന്തായാലും നമ്മൾ ആരെയും ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നില്ല, അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ജിൻഹു അവിടെ നിന്ന് പോകുന്നു. സീരിയസ്ലി ഞങ്ങൾ ആരും ഉള്ളിലോട്ട് വരേണ്ട ആവശ്യമില്ലേ എന്ന് ചോദിക്കുകയാണ് മറ്റൊരു ഹണ്ടർ. അതൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് 3 മില്യൺ തന്നെ. ഒരു റൈഡിന് നിങ്ങൾക്ക് 3 മില്യണാ തരുന്നത്. സോ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഒരിക്കലും പുറത്തു പറയരുത്. ഇനി അങ്ങനെ പുറത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ തരുന്ന 3 മില്യൺ അതിന്റെ 10 ഇരട്ടി നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. കോൺട്രാക്റ്റില് സൈൻ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് യൂജി. ഇതേ സമയം കോങ്ങിനെ തോൽപ്പിച്ച സമയത്ത് ജിൻഹോന് കിട്ടിയ റിവഞ്ച് സ്റ്റോൺ അവൻ യൂസ് ചെയ്യുന്നു. സോ സ്റ്റെൽത്ത് സ്കിൽ എന്ന് പറയുന്ന പുതിയൊരു സ്കിൽ ഇപ്പൊ അവന് കിട്ടിയിരിക്കുന്നു. ഇതേ സമയം അങ്ങോട്ട് ഇറ്റലിയിൽ നിന്നും കസ്റ്റമൈസ് ചെയ്ത പുതിയൊരു ആർമർ ഇട്ടുകൊണ്ട് വരുവാണ് യൂജി. നിനക്കിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജിൻഹു അവനെ ഒന്ന് തള്ളുവാണ്. താഴെ വീഴുന്ന അവന് അതിട്ടതുകൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് ഹെൽമെറ്റ് മാത്രമിട്ട് അവർ ആ ഡഞ്ചന്റെ അകത്തോട് കയറാൻ നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഹെൽമെറ്റ്? ആ ഹെൽമെറ്റ് എങ്കിലും ഒന്ന് ഇടട്ടെ ബോസ് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അതിനകത്തോട്ട് കയറുന്നു. ഒരു ഇ റാങ്കറും ഒരു ഡി റാങ്കറും എങ്ങനെ ഒരു സി റാങ്ക് ഡഞ്ചനിലുള്ളിലോട്ട് പോകുന്നേ? എന്തെങ്കിലും ആവട്ടെ, അവരാദ്യം തന്നെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ചത്താലെന്താ ഇല്ലെങ്കിൽ എന്താ എന്ന് പുറത്തിരിക്കുന്ന ഹണ്ടേഴ്സ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിൽ സാങ്ങിയില്ലാഞ്ഞിട്ട് ബോറടിച്ചിരിക്കുന്ന ജീനനെയാണ്. ഇനി അവൾ ഇന്ന് വരില്ലെന്ന് തോന്നുന്നു എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അവൾ. വീണ്ടും ഡഞ്ചന്റെ പുറത്ത് അവരെ കാത്തിരിക്കുന്ന ആ ഹണ്ടേഴ്സിനെ തന്നെയാണ് കാണുന്നത്. ഇവര് പോയിട്ട് 1.5 മണിക്കൂറായല്ലോ, എന്താ വരാത്തെ? നോർമൽ ഹണ്ടേഴ്സിന് പോലും അതിനകത്ത് 2 മണിക്കൂറെങ്കിലും കഷ്ടപ്പെട്ടാലേ തിരിച്ചു വരാൻ പറ്റൂ. നമുക്ക് ഇനിയും ടൈമുണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഡഞ്ചന്റെ അകത്തു നിന്നും ഓടി വരുന്ന യൂജിനെ അവർ കാണുന്നത്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇല്ല, അവർ രക്ഷപ്പെട്ടു വരുമല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ ഡഞ്ചന്റെ ഗേറ്റ് ക്ലോസ് ആവാൻ പോവാന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ജിൻഹു അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഉടനെ അത് ക്ലോസ് ആവുന്നു. ഒരു സി റാങ്ക് ഡഞ്ചന്റെ അകത്ത് പോയി അതിനകത്തുള്ള ബോസിനെയും കൊന്ന് തിരിച്ചു വരുന്ന 2 പേരെയും കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് മറ്റു ഹണ്ടേഴ്സ്. വാ പൊളിച്ച് നിൽക്കാതെ വാ, ഇന്ന് മൊത്തം 3 റൈഡാണുള്ളത്. 9 മില്യണാ മൊത്തം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാശ് വേണമെങ്കിൽ ഞങ്ങളുടെ പുറകെ പോരെ എന്ന് പറയുന്ന യൂജിയെ നോക്കി നിൽക്കുവാണ് എല്ലാവരും. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു സി റാങ്ക് ഡഞ്ചനിൽ വളരെ സിമ്പിൾ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ജിൻഹുനെയാണ്. ഒറ്റ കൈവച്ച അവന് എല്ലാ മോൺസ്റ്റേഴ്സിനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം വളരെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ജിൻഹുവിനോട് ഇന്നും നീ വളരെ ബിസിയാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ് ജീന. എന്ന് പറഞ്ഞ് ജിൻഹുയും അവിടെ നിന്നും പോകുന്നു. അവൻ പോകുന്ന ഓരോ ഡഞ്ചനിൽ നിന്നും എസൻ സ്റ്റോണും മണ ക്രിസ്റ്റൽസ് ഒക്കെ ശേഖരിക്കലാണ് യൂജിയുടെ പണി. അവിടെയുള്ള ബോസിനെ അടക്കം എല്ലാ മോൺസ്റ്റേഴ്സിനെ ഇല്ലാതാക്കുന്നതാണ് ജിൻഹു നോക്കുന്നത്. സോ ഓരോ ഡഞ്ചനും കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
അവന് കിട്ടിയ സ്റ്റെൽത്ത് സ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവനെ കാണാൻ പോലും സാധിക്കുന്നില്ല. കാരണം അവൻ ഇൻവിസിബിൾ അല്ലേ. ബോസിന്റെ കയ്യിൽ ഇങ്ങനത്തെ സ്കില്ലൊക്കെ ഉണ്ടായിരുന്നോ? ഇത്രയും നാൾ അത് അവർ യൂസ് ചെയ്താതെ വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു എന്ന് ചിന്തിക്കുകയാണ് യൂജി. കഷ്ടപ്പെട്ട് കിട്ടിയതിനൊക്കെ ഈ സ്റ്റെൽത്ത് സ്കിൽ ഒരുപാടധികം ഉപകാരപ്പെട്ടു എന്ന് ജിൻഹു പറയുന്ന സമയത്താണ് പുതിയ നോട്ടിഫിക്കേഷൻ അവന് വരുന്നത്. അവന്റെ ഡാഷ് സ്കിൽ ഇപ്പോൾ ലെവലപ്പ് ആയിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ പുറകിലൂടെ ഒരു മോൺസ്റ്റർ വരുന്നത്. ഒറ്റയടിയിൽ അതിനെ അങ്ങ് ഇല്ലാതാക്കുന്നു. ബോസ്, നിങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്ക, ഞാൻ ഇതൊക്കെ ഒന്ന് കുഴിച്ചെടുക്കട്ടെ എന്ന് പറയുവാണ് യൂജി. ജിൻഹുവിന് ഇപ്പൊ ഒരുപാടധികം സ്കിൽസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ മാത്രമുള്ള ശത്രുക്കൾ അവന്റെ മുമ്പിലില്ല. ഇന്റലക്ട് എബിലിറ്റിയില് ഞാൻ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്യണം. ഞാനിപ്പോ ബീന്റെയും ആന്റെയും നടുവിലാണ് നിൽക്കുന്നത്. എസ് റാങ്കിൽ എത്തണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ലെവലപ്പ് ആവേണ്ടതുണ്ട് എന്ന് പറയുന്ന നിൽക്കുന്ന സമയത്താണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ജോബ് ചേഞ്ചിങ് കോസ്റ്റ്. ജോബ് ചേഞ്ചിങ് കോസ്റ്റാ? അതെന്താ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ജിൻഹു. പിന്നീട് നമ്മൾ കാണുന്നത് വൈറ്റ് ടൈഗർ ഗിൽഡ്സിലെ ഒരാളെയാണ്. സാർ, നമ്മുടെ ഇവിടെയുള്ള എല്ലാ സീറൻ ഗേറ്റ്സിനെയും ഒരുപാട് പൈസ കൊടുത്ത് ഇവിടെ ആരോ മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരാൾ വരുന്നു. സോ റിപ്പോർട്ട് നോക്കി അവർക്ക് യൂജിൻ കൺസ്ട്രക്ഷൻ ആണ് അത് വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ഒരുപാടധികം സീറൻ ഗേറ്റ്സ് ഇവർ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അങ്ങനെയാണോ? ആരാതിന്റെ ബോസ് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് സങ് ജിൻഹോ എന്ന പേര് അവർ കാണുന്നത്. ഈ പേര് കണ്ട് അവൻ ഷോക്കാവാണ്. കാരണം ആ ഡബിൾ ടെൻഷൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന അതേ ഈ റാങ്ക് സൺ ജിൻവു അവനാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവന് റീഅവൈറ്റനിങ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ് ആ ഓഫീസർ. ഹേയ് സോറി, കുറച്ച് ടൈം വൈകിപ്പോയി എന്ന് പറഞ്ഞ് ജിൻഹു ഡെഞ്ചന്റെ അകത്തുനിന്നും പുറത്തു വരുന്നു. ഹേയ് ഇല്ല, പറഞ്ഞതിനേക്കാൾ നേരത്തെയാ നിങ്ങൾ വന്നേ എന്ന് അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്ന മറ്റു ഹണ്ടേഴ്സും പറയുന്നു. ക്രിസ്റ്റൽസ് തോണ്ടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു അതാ എന്ന് ജിൻഹുയും പറയുന്നു. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് വളരെയധികം ടയർഡായി കാണില്ലേ, വണ്ടി ഞാൻ ഓടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് ഒരു ഹണ്ടർ. സോ വെറുതെ ഇരുന്ന് അവർക്കും ബോറടിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നേരത്തെ കണ്ട അതേ ഓഫീസറിനെയാണ്. നിങ്ങൾ എന്തിനാ അവനെ സംശയിക്കുന്നേ എന്ന് അവരുടെ അസിസ്റ്റന്റ് ചോദിക്കുന്നു. ഈ സൺ ജിൻഹോ എന്ന് പറയുന്നവൻ 3 പ്രാവശ്യമാണ് ഡഞ്ചൻസിൽ നിന്നും രക്ഷപ്പെട്ടത്. ഫസ്റ്റ് ആ ഡബിൾ ഡഞ്ചന്റെ അകത്തു നിന്നും അവസാനം രക്ഷപ്പെട്ടത് അവൻ മാത്രമാണ്. പിന്നീട് ഡങ്സക്കും സംഘത്തിന്റെ കൂടെ പോയിട്ട് അവർ 2 പേരും മാത്രമാണ് തിരിച്ചു വന്നത്. പിന്നീട് ബി റാങ്കർ ആയിട്ടുള്ള കാങ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് 3 പേർ മാത്രമാണ് തിരിച്ചു വന്നത്. ഡഞ്ചൻസിനകത്ത് എപ്പോഴും ഇങ്ങനെ വലിയ ഇൻസിഡൻസ് ഒന്നും നടക്കാറില്ല. പക്ഷേ വലിയ ആളുകളൊക്കെ ഇല്ലാതായിട്ടും അവൻ രക്ഷപ്പെട്ടു. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നമ്മുടെ ഗിൽഡിലോട്ട് റിക്രൂട്ട് ചെയ്യേണ്ട സമയമാണിത് എന്ന് പറഞ്ഞവർ ജിൻഹു റൈഡ് ചെയ്യുന്ന ആ ഡഞ്ചന്റെ ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഹണ്ടേഴ്സ് ഒക്കെ പിക്നിക്കിന് വന്നതുപോലെ അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് സാങ്ങി അങ്ങോട്ട് വരുന്നു. ഇവിടെ ഒരുപാട് ഹണ്ടേഴ്സ് ഉണ്ടല്ലോ, എന്താ നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഈ ഗേറ്റ്സ് ഞങ്ങളാണ് റൈഡ് ചെയ്തോണ്ടിരിക്കുന്നത്, അതാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാണ് ഹാങ്ങി. ഓ, അപ്പൊ നീ ഒരു ഹണ്ടറാണോ എന്ന് അവളോട് അവർ ചോദിക്കുന്നു. അതെ എന്ന് അവളും പറയുവാണ്. പെട്ടെന്ന് ആ മാനേജറിന് എല്ലാ കാര്യവും മനസ്സിലാവുകയാണ്. ജിൻഹു അതിനകത്ത് ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഇത് മനസ്സിലാക്കിയവർ അവിടെ നിന്നും പോകുന്നു. സോ ജിൻഹുവിനെ പോലെയുള്ള ഒരു റീഅവൈറ്റനിങ് ഹണ്ടറിനെ അവരുടെ ഗിൽഡിലോട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതേ സമയമാണ് ജിൻഹു ആ ഡഞ്ചനകത്ത് നിന്നും പുറത്തോട്ട് വരുന്നത്. യുജി, നാളെ നമുക്ക് ലീവ് എടുത്താലോ? നാളെ എന്തെങ്കിലും റൈഡ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? നാളെ ഞാൻ 3 റൈഡ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അത് 2 ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓ, അങ്ങനെയാണെങ്കിൽ 3 ദിവസത്തേക്കുള്ളത് ഹോൾഡ് ചെയ്തേക്ക് എന്ന് പറയുകയാണ് ജിൻഹു. പിന്നീട് നമ്മൾ ഒരു ബന്ധമില്ലാത്ത സീനാണ് കാണുന്നത്. ഒരുപാട് തീയൊക്കെ കത്തുന്നുണ്ട്. അവിടെ വലിയൊരു മോൺസ്റ്ററിന്റെ കയ്യിൽ ഒരു പെൺകുട്ടി അകപ്പെട്ടിരിക്കുന്നു. അവളെ രക്ഷിക്കാൻ പറ്റാതെ കമാൻഡർ ചോയ് കഷ്ടപ്പെടുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് കമാൻഡർ ചോയ്. ഓ, വീണ്ടും ഈ സ്വപ്നം കാണാൻ തുടത്തിയോ? സോ ഒരു എസ് റാങ്ക് ഹണ്ടർ ആയിട്ട് പോലും ഇത്രയും വലിയൊരു ഭൂതകാലം അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുവാണ് ഈ സീൻ. പിന്നീട് നമ്മൾ കാണുന്നത് ജീജു ഐലാൻഡിലോട്ട് പോകാൻ വേണ്ടി ചോയ് ഒരു ഗ്രൂപ്പിനെ തന്നെ റെഡിയാക്കുന്നതാണ്. ഇതേസമയം മിഷൻസ് എല്ലാം കഴിഞ്ഞ് വീടിനടുത്തോട്ട് വരുന്ന ജിൻഹുവിന്റെ അടുത്തോട്ട് നേരത്തെ കണ്ട ആ ഓഫീസർ വരുന്നതാണ്. മിസ്റ്റർ സങ്, നിങ്ങളോട് എനിക്ക് കുറച്ചു സംസാരിക്കാൻ പറ്റുമോ? ഞാൻ വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ 2nd അഡ്മിനിസ്ട്രേഷൻ ടീമിൽ നിന്നുമാണ് വരുന്നത്. എന്റെ പേര് ആസാമീൻ. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പോയിന്റിലോട്ട് തന്നെ വരാം. യൂജിൻ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് എത്രയാണോ തരാന്ന് പറഞ്ഞ് അതിന്റെ ഇരട്ടി ഞാൻ തരാം. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അത് ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വൈറ്റ് ടൈഗർ ഗിൽഡിൽ ജോയിൻ ചെയ്യൂ. ഇത്രയും കാലം ഒരു ഹീറാങ്കർ ആയിട്ടിരുന്ന ഇവൻ പെട്ടെന്ന് ഒരു ദിവസം സ്ട്രോങ്ങർ ആയി മാറി. സോ ഇത്രയും വലിയൊരു ഓഫർ ഇവന് ആരും ഇതുവരെ കൊടുത്തു കാണില്ല. തീർച്ചയായിട്ടും ഇവനിത് റിജക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നവൻ ചിന്തിക്കുന്ന സമയത്താണ് വൈറ്റ് ടൈഗർ ഗിൽഡ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് അതിന്റെ വാല്യൂ എത്രയാ എന്ന് ജിൻഹു ചോദിക്കുന്നത്. അതൊരു 50 ബില്യൺ എങ്കിലും കാണും. ഓ, അപ്പൊ നിങ്ങൾ ആ ഹെഡ് ക്വാർട്ടേഴ്സ് എനിക്ക് തന്നാലും മതിയാവില്ലല്ലോ എന്ന് പറയുവാണ് ജിൻഹു. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ആ ഓഫീസർ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? യൂജിൻ കൺസ്ട്രക്ഷൻ എനിക്ക് ഓഫർ ചെയ്തത് 30 ബില്യൺ ആണ്.
എന്ത് 30 ബില്യണോ? 19 റൈഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂജൻ കൺസ്ട്രക്ഷൻ എനിക്ക് ഓഫർ ചെയ്തത് 30 ബില്യൺ ആണ്. അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 60 ബില്യൺ. സോ നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എങ്കിലും എനിക്ക് തരേണ്ടി വരും. അത് പിന്നെ പറ്റില്ല. ശരി, ഇതിൽ കൂടുതലൊന്നും നമുക്ക് സംസാരിക്കാനില്ലെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞ് ജിൻഹോ അവിടെ നിന്നും പോകുന്നു. ഓച്ചേ, ആദ്യം യൂജിൻ കൺസ്ട്രക്ഷൻ അവൻ എത്ര ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങളോട് ആരാ എന്നെ പറ്റി പറഞ്ഞ് എന്ന് ചോദിച്ച് സ്ട്രെങ്ത് സ്കിൽ യൂസ് ചെയ്ത് ജിൻഹോ ഇൻവിസിബിൾ ആവുന്നു. അവരുടെ മുഖത്ത് ചെറിയൊരു സ്ക്രാച്ചും വരുത്തുന്നുണ്ട്. ഇപ്പോ ജിൻഹോന്റെ വോയിസ് മാത്രമേ അവർക്ക് കേൾക്കാനുള്ളൂ. നിങ്ങളെന്താ എന്നെ ഫോളോ ചെയ്യുവാണോ എന്ന് ജിൻഹോ അവനോട് ചോദിക്കുന്നു. ഇല്ല, അങ്ങനെയല്ല. സീറൻ ഗേറ്റ്സ് ഞങ്ങൾക്ക് അവൈലബിൾ അല്ല. ഞങ്ങളുടെ റിക്രൂട്ട്സിന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ഇല്ല. ആരാ എല്ലാതും വാങ്ങിയേ എന്ന് നോക്കിയ സമയത്താണ് നിങ്ങളുടെ പേര് കണ്ടത്. കഴിഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡഞ്ചൻസിൽ നിന്നും നിങ്ങൾ സർവൈവ് ആയില്ലേ, അത് വെച്ചിട്ടാ ഞങ്ങൾ ഊഹിച്ച്. ഇതിനെപ്പറ്റി വേറെ ആർക്കൊക്കെ അറിയാം എന്ന് ചോദിക്കുകയാണ് ജിൻഹോ. പുറത്തിരിക്കുന്ന എന്റെ അസിസ്റ്റന്റിനും എനിക്കും മാത്രമേ അറിയൂ. എന്റെ സ്ട്രെങ്ത് ഞാൻ സീക്രട്ട് ആക്കി വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പുറത്തിതിനെപ്പറ്റി ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ആയിരിക്കും സംശയിക്കാൻ പോകുന്നത്. ഡയറക്ടറിനോട് ഞാൻ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് എന്റെ ജീവനാ വലുത്. ഓ, എന്നാ ശരി എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിലോട്ട് വരുവാണ് ജിൻഹോ. എല്ലാ സീറൻ ഗേറ്റ്സും ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ എന്റെ ഭാഗത്തും തെറ്റുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് ജിൻഹോ അവരോട് പറയുന്നു. ശരി, ഞാൻ നിങ്ങൾക്ക് 3 സീറൻ ഡഞ്ചൻസ് ഓഫർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ റിക്രൂട്ട്സിനെ അവിടെ വെച്ച് ട്രെയിനിങ് ചെയ്തോ. ശരി, ഒരു ഗേറ്റിന് നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നേ? 300 മില്യൺ. അത് കുറച്ച് കൂടുതലല്ലേ? 200 മില്യൺ അല്ലേ വരൂ? ഓ, എന്നാ ശരി, 200 തന്നാ മതി എന്ന് പറഞ്ഞ് അവർ കൈ കൊടുക്കുന്നു. ഈ അക്കൗണ്ടിലോട്ട് പണമെല്ലാം ട്രാൻസ്ഫർ ചെയ്തേക്ക് എന്ന് പറഞ്ഞ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇനി കണ്ണടച്ചിട്ട് വാ പൊളിക്കുക എന്ന് പറയുകയാണ് ജിൻഹോ. പേടിയോടെ നിൽക്കുന്നത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കണ്ണടക്കേ. സോ അവന്റെ മുഖത്തുണ്ടായ ആ ചെറിയ സ്ക്രാച്ച് ഹീൽ ചെയ്ത് കൊടുക്കുകയാണ് ജിൻഹോ. നിങ്ങളുടെ ഹീൽ ചെയ്യാനുള്ള കഴിവും ഇൻവിസിബിൾ ആവാനുള്ള കഴിവും എല്ലാം നിങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അങ്ങേര് ചോദിക്കുന്നു. എന്റെ സീക്രട്സ് പുറത്തെത്താത്തടത്തോളം കാലം ഞാൻ നിങ്ങളെ വിശ്വസിക്കും എന്ന് പറഞ്ഞ് ജിൻഹോ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് അവന്റെ അസിസ്റ്റന്റ് അങ്ങോട്ട് വരുന്നത്. അവർ നമ്മളുടെ ഗിൽഡിൽ ചേരാമെന്ന് സമ്മതിച്ചോ? ഇല്ല, പക്ഷേ അതിലും വലിയൊരു ജാക്ക് പോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ആ ഓഫീസർ. ബോസ്, നമ്മൾ ക്യാൻസൽ ചെയ്യാമെന്ന് വെച്ചാ ഗേറ്റ്സ് ഒക്കെ എങ്ങനെയാ ഇത്രയധികം വിലക്ക് വിറ്റേ എന്ന് ഫോണിലൂടെ യൂജി ചോദിക്കുന്നു. അതിപ്പോ ട്രേഡ് സീക്രട്ട് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ജിൻഹോയും പറയുന്നു. സോ ഓഫീസർ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അക്കൗണ്ടിലോട്ട് കാശ് ഇട്ട് കൊടുക്കുന്നു. പിറ്റേ ദിവസം ഓഫീസിലെത്തിയ അവരുടെ അസിസ്റ്റന്റ് കുറച്ച് ദൂരെയാണെങ്കിലും ആവശ്യമില്ലാതെ ഒരുപാട് സീറൻ ഗേറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇത്രയധികം വില കൊടുത്ത് ആ 3 ഗേറ്റ്സ് വാങ്ങിയത് എന്ന് ചോദിക്കുന്നു. ഓ, ഈ ഗേറ്റ്സ് മേടിച്ച അവനെ ഗിൽസിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവനിപ്പോ എന്നെ മണ്ടനാക്കിയില്ലേ. അപ്പോഴാണ് അവന്റെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നീ എന്നെ ഫോളോ ചെയ്തതിന് പകരമായിട്ട് ഞാനിത് ചെയ്ത്. ഇപ്പൊ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇത് കണ്ട് അവന് സമാധാനാവുന്നു. കാരണം അത്രയും വലിയൊരു ഹണ്ടറിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടക്കം ഇപ്പൊ അവന് കിട്ടിയിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിറ്റിക്ക് പുറത്തോട്ട് പോകുന്ന ജിൻഹുനെയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.